അല്ലാഹു അൻഹു തങ്ങളോട് ചോദിക്കുന്നു, അഖ്ബിർനി അന്നവലി മലക്കിൻ യദ്ഖുലുൽ ഖബ്റ, മലക്കുകൾ ഖബറിൽ വരുമെന്ന് കേട്ടിട്ടുണ്ട്, മലക്കുകൾ ചോദിക്കുമെന്ന് കേട്ടിട്ടുണ്ട്, ഖബറിൽ വെച്ചുകൊണ്ട് ഹയാത്ത് ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്. ആദ്യമായി ഖബറിലേക്ക് കടന്നു വരുന്നതാരാ? തങ്ങളൊന്ന് പറഞ്ഞു തരുമോ? ഈ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, ഇബ്നു മസ്ഊദേ അൻത അവ്വലു മൻ സഅലനി, ആദ്യമായിട്ട് ഈ ചോദ്യം നിങ്ങളാണ് എന്നോട് ചോദിച്ചത്. ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത് പറയണമെന്ന് കരുതിയിട്ട് ഞാൻ മാറ്റിവെച്ച വഴിയായിരുന്നു അത്. നിങ്ങളാണ് ചോദിച്ചത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങളോട് മുത്തുനബി പറയുന്നു, ഒരു മനുഷ്യൻ മരിച്ച് മറവ് ചെയ്താൽ, അവന്റെ ഖബറടക്കം കഴിഞ്ഞാൽ, ആളുകൾ പിരിഞ്ഞു പോന്നാൽ, ആദ്യമായി അവന്റെ ഖബറിലേക്ക് വരുന്നത് റൗമാൻ എന്ന മലക്കാണ്. ഈ മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ അന്തർഭാഗത്തിൽ കൂടി നടക്കുന്നവരായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, പലപ്പോഴും ഭൂമി നമ്മൾ കുടിക്കുമ്പോ എത്രയോ ആഴത്തിലേക്ക് ഭൂമി കുടിച്ചാലും ചില ജീവികളെ നമുക്ക് കാണാം, ചില പുഴുക്കളെ നമുക്ക് കാണാം, ചില ജീവികളെ നമുക്ക് കാണാം. എന്നാൽ ഈ ഭൂമിയുടെ ഉപരിതലത്തിലുള്ളതിനേക്കാൾ ധാരാളം സൂക്ഷ്മജീവികൾ ഇതിന്റെ അന്തർഭാഗത്തുണ്ട്. ഈ റൗമാൻ എന്ന മലക്കിന്റെ സഞ്ചാരം ഭൂമിക്കടിയിലൂടെയാ. ഈ ഭൂമിയുടെ മുകളിൽ എവിടെയുള്ള മനുഷ്യന്റെയും ആത്മാവ് പിടിക്കുന്നത് അസ്റായീലാ. ഏത് സ്ഥലത്തുള്ള ആത്മാവിനെ പിടിക്കാനും അസ്റായീലിന് കഴിയുന്നു, എവിടെ എത്താനും കഴിയുന്നു. അതേപോലെ മഹാനായ റൗമാൻ എന്ന മലക്കിനെ അല്ലാഹു ഭൂമിക്കടിയിൽ സൃഷ്ടിച്ചതാ. ഈ ഭൂമിയുടെ അടിയിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ. ഈ ദുനിബഖബ എവിടെയെങ്കിലും ഈ ഭൂമിക്ക് ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു മയ്യത്ത് അടിയിലെത്തിക്കഴിഞ്ഞാൽ ആ വിവരം മഹാനായ റൗമാൻ എന്ന മലക്കിനെത്തുന്നു. ഈ ഖബറിന്റെ മുൻവശത്തുള്ള ഭിത്തിതാ കുത്തി തുരന്നിട്ട് മേൽഭാഗത്തുള്ള ഖബർ മേൽഭാഗത്തു നിന്നല്ല മലക്ക് വരുന്നത്, ഖബർ മേൽഭാഗത്തു നിന്ന് പൊളിച്ചുകൊണ്ടല്ല വരുന്നത്, മറിച്ച് ഖബറിന്റെ താഴ്ഭാഗത്തിൽ നിന്ന് ഭിത്തി കുത്തി തുരന്നിട്ട് റൗമാൻ എന്ന മലക്ക് വരുന്നു. ഈ റൗമാൻ എന്ന മലക്ക് വരുമ്പോ ഈ മയ്യിത്ത് ഇങ്ങനെ കിടക്കുകയാ. അല്ലാ, റൗമാൻ എന്ന മലക്ക് ചെയ്യുന്നത് എന്താണ്? ഈ ഖബറിന്റെ മുകളിലുള്ള ആത്മാവും ഈ ഡെഡ് ബോഡിയും തമ്മിൽ ഒരു ചെറിയ കണക്ഷൻ കൊടുക്കുകയോ. ആദ്യം ചെയ്യുന്നത് അതാണ്. മുകളിലാണല്ലോ ആത്മാവുള്ളത്. ഈ ആത്മാവും ഈ ഡെഡ് ബോഡിയും തമ്മിൽ അങ്ങ് കണക്ഷൻ കൊടുത്താൽ ഫയഹിയാ, ഈ ഖബറിൽ കിടക്കുന്ന മയ്യിത്ത് ഹയാത്താവുകയാണ്. പക്ഷേ മുഴുവനുമല്ല, അവന്റെ നെഞ്ഞിന്റെ മേൽപോട്ട് മാത്രം ഹയാത്താകുന്നു. കണ്ണുകൾ തുറക്കുന്നു, ചെവികൾ കേൾക്കുന്നു, ചുണ്ടുകൾ ചലിക്കുന്നു, കൈകൾ അനങ്ങുന്നു. നെഞ്ഞിന്റെ താഴോട്ട് തീരെ ചലനമില്ല, ഹയാത്തില്ല. സക്കറാത്തുൽ മൗത്തിന്റെ ഘട്ടത്തിൽ ആത്മാവ് ഹൃദയത്തിൽ കൊണ്ടിടുമ്പോ, കൈകളുടെ പ്രവർത്തനം നിലക്കുമ്പോ, കാലുകളെ ചലനം നിൽക്കുമ്പോ, ഏത് അവസ്ഥയിലാണ് ഉള്ളത് അതേ രൂപത്തിൽ മയ്യിത്ത് ഖബറിൽ ഹയാത്താകുന്നു. ഇതാണ് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത്.
പഠിപ്പിച്ചത്. ഇത് ബോധ്യപ്പെടുത്താനാണ് ഈന്തപ്പനകൾ നടത്തി കാണിച്ചു തന്നത്. ഇത് ബോധ്യപ്പെടുത്താനാണ് ചന്ദ്രൻ പിളർത്തിയിട്ട് കാണിച്ചു തന്നത്. ഇത് ബോധ്യപ്പെടുത്താനാ മാൻപേടയെ കൊണ്ട് പ്രഭാഷണം നടത്തി കേൾപ്പിച്ചു തന്നത്. ഇത് ബോധ്യപ്പെടുത്താനാ ആയിരക്കണക്കിന് ആളുകൾ കേസറിന്റെ സമയത്ത് ഖബറിൽ നിന്ന് ഒരാൾ തലപൊക്കി വന്ന് പറഞ്ഞ് കേൾപ്പിച്ചു കൊടുത്തത് 1 2 10 100 സംഭവങ്ങളല്ല. എത്രയാ തങ്ങൾ സ്വഹാബത്തിന് കാണിച്ചു കൊടുത്തത്, എത്രയാ ബോധ്യപ്പെടുത്തി കൊടുത്തത്. ഈ മയ്യത്ത് ഖബറിന്ന് കണ്ണു തുറക്കുമ്പോ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഒരുപക്ഷേ നല്ല സൗകര്യമുള്ള അതിസുന്ദരമായ റൂമിൽ കിടന്നുറങ്ങിയവനാവാം, ആ ഉറക്കത്തിൽ മരിച്ചവനാവാം. അല്ലെങ്കിൽ തണുപ്പുതുപ്പുന്ന ശീതീകരിച്ചിരിക്കുന്ന AC റൂമിൽ കിടന്നു മരിച്ചവനാവാ, ICUവിൽ കിടന്ന് മരിച്ചവനാവാ. സ്വന്തക്കാരും ബന്ധുക്കാരും ചുറ്റുഭാഗത്തും നിൽക്കുമ്പോൾ കൂടിയിരിക്കുമ്പോൾ മരിച്ചതാവാ. ഈ സമീപകാലത്ത് ഒരുപാട് പത്രം നിങ്ങൾ വായിച്ചില്ലേ? ഒരുപാട് വാർത്തകൾ പത്രത്തിലൂടെ അറിഞ്ഞില്ലേ? ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഴഞ്ഞു വീണ് മരിച്ചത്, സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മരിച്ചത്, റിമോട്ട് കൊണ്ട് TV കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇഷ്ടപ്പെടുന്ന സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഇങ്ങനെ ഏതെല്ലാം സമയത്ത് മരിച്ചതാവാ. ഒരുപക്ഷെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ, അല്ലെങ്കിൽ ഫ്ലൈറ്റ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ, അല്ലെങ്കിൽ കൂട്ടുകാരോടൊന്നിച്ച് അടിച്ചു പൊളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ, അല്ലാ അല്ലാ, ആ സമയത്ത് ബോധം പോയതാ. ആ ബോധം പിന്നെ തിരിച്ചു കിട്ടിയത് ഖബറിലെത്തിയപ്പോഴാ. അപ്പോഴാ തന്റെ ആത്മാവ് തിരിച്ചു കിട്ടുന്നത്. അപ്പോഴാണ് അവന് കണ്ണ് തുറക്കുന്നത്. അപ്പോഴാണ് ബോധം വരുന്നത്. അല്ലാ, ഞാനെവിടെയാ? ചുറ്റുഭാഗത്തും മതിൽ കെട്ടുകള്, അങ്ങും ഇങ്ങും അനങ്ങാൻ കഴിയുന്നില്ല. അതേ, വെളിച്ചമില്ല, കൂരിരുട്ട. ആ ഇരുട്ടുള്ള സമയത്തൊരു മലക്ക് വന്നിരിക്കുകയാ. ആ മലക്കിനെയാണ് കാണുന്നത്. മുസ്ലിമേ, ഞാൻ ഈ പറയുന്ന കാര്യം നിനക്കുറപ്പില്ലെങ്കിൽ, വിശ്വാസമില്ലെങ്കിൽ നിസ്കരിക്കണ്ട, നോമ്പെടുക്കണ്ട, പള്ളിയിൽ വരണ്ട, മുസ്ലിം എന്ന് പറയണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ റൗമാൻ എന്ന മലക്കിവൻ കണ്ണിമിടിക്കുമ്പോ, കണ്ണു തുറക്കുമ്പോ പറയുന്നതെന്താ? അത് ബൈത്തുള്ളാ, ഇത് ഇടുക്കത്തിന്റെ വീടാ, ഇത് ഞെരുക്കത്തിന്റെ വീടാ, ഇത് സുഖലോലുപതയുടെ വീട് അല്ല, അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമല്ല. ഈ വീട് നിനക്കറിയുമോ? ഇവിടെ നിന്റെ സന്ദർശകര് മലക്കുകളാ. ഇവിടെ നിന്റെ കൂടെ കിടക്കുന്നത് പുഴുക്കളാ. ഈ ഭീതിപ്പെടുത്തുന്ന വാർത്തകളാണ്, വിവരങ്ങളാണ്. ഈ ഖബറിൽ ആദ്യമായിട്ട് റൗമാൻ എന്ന മലക്ക് പറയുന്നത്. ഇത് കേട്ട് വിറക്കുകയാ, അവൻ കിടന്ന് പെടയുകയാ. ആ സമയത്ത് റൗമാൻ എന്ന മലക്ക് ഭവ്യതയോടെ സമാധാനത്തോടെ പറയുന്നു, മോനെ, മുസ്ലിം ചെറുപ്പക്കാരറിഞ്ഞിരുന്നെങ്കിൽ, മുസ്ലിം സഹോദരിമാരറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഈമാനുണ്ടോ? വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി സയസ്തഖ്ലിഫന്നഹും കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. ഈമാനുള്ള ആളുകൾക്ക് പടച്ച റബ്ബ് ഒരുപാട് ഓഫർ കൊടുത്തിട്ടുണ്ട്. അവർക്ക് പേടി വേണ്ട, അവർക്ക് ദുനിയാവിൽ പൗരത്വം തെളിയിക്കേണ്ട ആവശ്യമില്ല. പൂർവകാലത്തുള്ള ആളുകൾക്ക് അധികാരവും സ്വാധീനവും കൊടുത്തതുപോലെ എല്ലാ ഈമാനുള്ളവർക്കും സുഹൃതങ്ങൾ ചെയ്തവർക്കും അല്ലാഹു
അല്ലാഹു അതാ കൊടുക്കുമെന്ന് റബ്ബ് ഓഫർ ചെയ്തതാ. അധികാരം കൊടുക്കുമെന്ന് ഓഫർ ചെയ്തതാ. സ്ഥാനം കൊടുക്കുമെന്ന് റബ്ബ് ഓഫർ ചെയ്തതാ. അവർക്ക് ഭയമില്ല, പേടിയില്ല, ആരും അവരെ ചോദ്യം ചെയ്യില്ല. എല്ലാവർക്കും അവരോട് ആദരവാ. വലയുമക്കിനന്ന ലഹും ദീനഹും ഉർത്തദാ ലഹും. അവർക്ക് പടച്ച റബ്ബ് പൊരുത്തപ്പെട്ട ദീനനുസരിച്ച് ജീവിക്കാൻ എല്ലാ കാലത്തും അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് റബ്ബിന്റെ ഓഫറാ. അതിന് മോനെ ഈമാൻ വേണം, അതിന് മോനെ സുഹൃതങ്ങൾ പ്രവർത്തിക്കണം. ഈമാനാ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ ഭയവിഹ്വലനായി നിൽക്കുന്ന ഖബറിലെ മയ്യത്തിനോട് ഈ മലക്ക് പറയും, ഉക്തുബ് അമലക, ജീവിതത്തിൽ നീ ചെയ്തിട്ടുള്ള എല്ലാ കർമ്മങ്ങളും നീ ഒന്ന് എഴുതുക. പ്രായപൂർത്തി എത്തിയതിന് ശേഷം നീ ചെയ്ത എല്ലാ അമലും എഴുതുക. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. അയിമ്മത്ത് രേഖപ്പെടുത്തിയതാണ്. ഓ മുസ്ലിമീങ്ങളെ, ആ സമയത്ത് ഭയവിഹ്വലനായി കൂരിട്ടിൽ കിടക്കുന്ന മനുഷ്യൻ, എഴുന്നേൽക്കാൻ കഴിയാത്ത മനുഷ്യൻ, നെഞ്ഞിന്റെ താഴോട്ട് ചലനമില്ലാത്ത മനുഷ്യൻ, കണ്ണുകൾ മിടിച്ചുകൊണ്ട്, ചുണ്ടുകൾ ചലിപ്പിച്ചുകൊണ്ട്, കാതുകൾ കൂർപ്പിച്ചുകൊണ്ട് പറയുന്നു, ഇല്ല, ഇവിടെ പേനയില്ല, കടലാസില്ല, എഴുതാനറിയില്ല. ഈ അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയാറുണ്ടോ? മുത്തുനബിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അല്ലാഹു ഉണ്ടെന്ന് പറഞ്ഞു തന്നത് നബിയല്ലേ? മലക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു തന്നത് നബിയല്ലേ? ഞാനും നിങ്ങളും ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആന് അല്ലാഹുവിന്റെ കലാമാണെന്ന് പറഞ്ഞു തന്നത് നബിയല്ലേ? ഈ നബിയല്ലേ നമുക്ക് നിസ്കാരം പഠിപ്പിച്ചു തന്നത്? ഈ നബി പറഞ്ഞിട്ടല്ലേ നമ്മൾ നോമ്പെടുക്കുന്നത്? ഈ നബി പറഞ്ഞിട്ടല്ലേ ഇസ്ലാമിന്റെ സർവ്വ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉൾക്കൊള്ളുന്നത്? ഈ മുത്തുനബി പറയുകയാ, ദുനിയാവിൽ വെച്ച് എഴുതാൻ അറിയാത്തവനാണെങ്കിൽ പോലും, സാക്ഷരതയില്ലാത്തവനാണെങ്കിൽ പോലും അവിടെ വെച്ച് എഴുതുന്നതാ. ഈ മലക്ക് ഇവിടത്തെ കടലാസ് കഫം തുണിയാണ്, ഇവിടത്തെ നിന്റെ പേന നിന്റെ പെരൽ കൊടിയാണ്, ഇവിടത്തെ മഷി നിന്റെ ഉമിനീരാ. നിന്റെ ഉമിനീര് വിരൽ തുമ്പിൽ മുക്കിയിട്ട് കഫം തുണിയിൽ എഴുതുക. റൗമാൻ എന്ന മലക്ക് നിന്നെ ധരിപ്പിക്കപ്പെട്ട കഫൻ തുണിയിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുക്കുകയാ. മുറിച്ചിട്ട് നിന്റെ പേനന്റെ സ്വന്തം വിരൽ തുമ്പുകൊണ്ട് എഴുതുന്നതാ. ഇന്ന് രാവിലെ മുതൽക്ക് ഈ സമയം വരെ ഞാനും നിങ്ങളും പറഞ്ഞതെല്ലാം, ഞാനും നിങ്ങളും ചെയ്തതെല്ലാം, ഇന്ന് കാലത്ത് എഴുന്നേറ്റതിന് ശേഷം ഈ നിമിഷം വരെ പറഞ്ഞതും ചെയ്തതും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എല്ലാം നമുക്ക് ഓർമ്മയിൽ വരുന്നുണ്ടല്ലോ. ഇതെല്ലാം എഴുതാൻ നമുക്ക് കഴിയുമല്ലോ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രായപൂർത്തി എത്തിയതിനു ശേഷം മരണം വരെ അവൻ ചെയ്തതും പറഞ്ഞതും ചിന്തിച്ചതുമായ സകല കാര്യങ്ങളും അവന് ഓർമ്മയിൽ വരുന്നതാ, അവൻ എഴുതുന്നതാ എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതിക്കൊടുത്തു. ഇബ്നു മസ്ഊദേ, പടച്ച റബ്ബ് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, വകുല്ല ഇൻസാനിൻ അൽസംനാഉ ത്വാഇറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. ഓരോ മനുഷ്യനും ജീവിതത്തിൽ ചെയ്ത എല്ലാ കർമ്മങ്ങളും അല്ലാഹു അവന്റെ കഴുത്തിൽ കെട്ടി തൂക്കുന്നതാണ്, എഴുതിയിട്ട് തൂക്കുന്നതാ. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ.
ഒരു പുസ്തകമായി ഖിയാമത്ത് നാളിൽ പുറത്തു കൊണ്ടുവരുന്നതാ. ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. മലക്കുകൾ എഴുതിയത് മുഴുവനും, മലക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നത് മുഴുവനും നിഷേധിക്കുന്ന മനുഷ്യനാ. താൻ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന സർവ്വ തെറ്റുകളും സർവ്വ തിന്മകളും എല്ലാ ഖൈറും ഷർറുമായ കാര്യങ്ങൾ മലക്കുകൾ എഴുതിയിട്ട് വായിക്കുമ്പോൾ മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇത് വല്ലാത്ത പുസ്തകമാണ്, ഒന്നുപോലും ഒഴിഞ്ഞു പോയിട്ടില്ല, മറന്നു പോയിട്ടില്ല. അങ്ങനത്തെ പുസ്തകം വായിച്ചുകൊണ്ട് മലക്കുകളെ പഴിചാരുമ്പോൾ ഇവര് വെറുതെ എഴുതിയതാ, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് മനുഷ്യൻ പടച്ച റബ്ബിന്റെ മുൻപിൽ നിഷേധിക്കുമ്പോ അവനവന്റെ കൈപ്പട കൊണ്ട് എഴുതിയത് എടുത്തു കാണിക്കാനാ. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. ഇത് നീ എഴുതിയതാ, നിന്റെ കൈപ്പടയാ, നിന്റെ കൈയെഴുത്താ എന്ന് പറഞ്ഞു കാണിക്കാൻ വേണ്ടിയിട്ട് പടച്ച റബ്ബ് ഖബറിലെത്തിയിട്ട് എഴുതിപ്പിക്കുകയാ. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖബറിലെ ആദ്യത്തെ അനുഭവം അതാണ്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ കഫൻ തുണി, ആ എഴുതിയിരിക്കുന്ന കഷ്ണം ഓരോ മനുഷ്യന്റെയും കഴുത്തിൽ കെട്ടിത്തൂക്കും. കെട്ടിത്തൂക്കി കഴിഞ്ഞാൽ റൗമാൻ എന്ന മലക്ക് പറയും, കാത്തു കിടന്നോ, ഏതാനും നിമിഷത്തിനുള്ളിൽ ഫത്താനുൽ ഖബർ വരുന്നു. മക്കളെ, ഇതല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? അറിയേണ്ട അറിവൊക്കെ മനുഷ്യൻ മറന്നുപോയി, പഠിക്കേണ്ടത് പഠിച്ചിട്ടില്ല, അറിയേണ്ടത് അറിഞ്ഞിട്ടില്ല. ഒട്ടുമിക്ക ഇൽമും ലോകത്തുനിന്ന് ഉയർത്തപ്പെടുകയാ. നിങ്ങൾ കേട്ടില്ലേ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഹബീബായ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിന്റെ ശിക്ഷയെപ്പറ്റി പഠിപ്പിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഒരു നിസ്കാരത്തിന്റെ ശേഷം അവിടുന്ന് പ്രാർത്ഥിക്കാതെ സലാം വീട്ടിയിട്ടില്ല. ഞാൻ സാന്ദർഭികമായ ഒരു മസല കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഏത് നിസ്കാരമാണെങ്കിലും, മയ്യിത്ത് നിസ്കാരമല്ലാത്ത ഏത് നിസ്കാരമാണെങ്കിലും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാത്ത ഒരു നിസ്കാരവുമില്ല. അതാ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിയ ശേഷം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ നിസ്കാരത്തിന് സലാം വീട്ടൽ കറാഹത്താണ്. നമ്മിൽപ്പെട്ട ഒട്ടുമിക്ക ആളുകളും സുന്നത്ത് നിസ്കാരമാകുമ്പോ ദുആ ചെയ്യലില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ എന്ന് സ്വലാത്ത് മാത്രം ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കുന്ന രീതിയല്ലേ നമ്മിൽ പല ആളുകൾക്കുമുള്ളത്. മക്കളെ, പഠിക്കണം. ഇതാ നിസ്കാരത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ സലാം വീട്ടല്ല. ഹബീബായ തങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന അധിക പ്രാർത്ഥനയും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ.
ഈ 4 കാര്യങ്ങളെ തൊട്ട് കാവൽ തേടാതെ ഒരു നിസ്കാരത്തിൽ നിന്ന് മുത്തുനബി സലാം വീട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, പൊതുജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുമ്പോൾ പള്ളികളിലൊക്കെ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന കൃത്യമായ മഅ്മൂമീങ്ങളല്ലാത്ത വിദൂരമായ സാധ്യതയുണ്ടെങ്കിൽ പോലും അതേ കൃത്യമായ ആളുകളല്ലാതെ അപൂർവമായിട്ടെങ്കിലും മറ്റുള്ളവർ വരാൻ സാധ്യതയുള്ള പള്ളികളാണ്. അത്തരം പള്ളികൾക്കാണ് മത്റൂക്കായ പള്ളി എന്ന് പറയുന്നത്. അങ്ങനത്തെ പള്ളികളിൽ ഇമാം നിന്ന് നിസ്കരിക്കുമ്പോ നിസ്കാരത്തിൽ അത്തഹിയ്യാത്തുവിന് ശേഷം സ്വലാത്തിന് ശേഷം എല്ലാ പ്രാർത്ഥനകളും പ്രാർത്ഥിക്കരുത്. അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ ഖദ്ദംതു വമാ അഖർതു, അതിന്റെ അവസാനം വരെ പ്രാർത്ഥിക്കരുത്. അത് കറാഹത്താണെന്ന് പണ്ഡിതന്മാരെ പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ, ഈ 4 കാര്യങ്ങളെ തൊട്ട് കാവൽ തേടുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടതാണ്. സുന്നത്ത് നിസ്കാരത്തിലും പ്രാർത്ഥിക്കേണ്ടതാണ്. മക്കളെ, ഏറ്റവും കൂടുതൽ നീട്ടി നിസ്കരിക്കേണ്ട സുന്നത്ത് നിസ്കാരങ്ങളാണ്. ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴാണ് സുന്നത്ത് നിസ്കാരങ്ങളാണല്ലോ കൂടുതൽ നീട്ടി നിസ്കരിക്കേണ്ടത്. ഏറ്റവും വലിയ സൂറത്ത് ഓതേണ്ടത് സുന്നത്ത് നിസ്കാരങ്ങളിലാണ്. അതേ സമയത്ത് നമ്മിൽപ്പെട്ട ആരോഗ്യമുള്ള ചെറുപ്പക്കാര് സുന്നത്ത് നിസ്കരിക്കൽ കുറവാണ്. ചെറുപ്പക്കാരല്ലേ കൂടുതൽ സുന്നത്ത് എടുക്കേണ്ടത്, അവർക്കല്ലേ കൂടുതൽ ആരോഗ്യമുള്ളത്, അവർക്കല്ലേ മുട്ടിൻകാലിന് കംപ്ലൈന്റ് ഇല്ലാത്തത്, അവർക്കല്ലേ ഏതേഷ്ടം കുനിയാനും നിവരാനും ഒക്കെ കഴിയുന്നത്. ആരോഗ്യമുള്ള സമയത്തല്ലേ കൂടുതൽ സുന്നത്തുകൾ എടുക്കേണ്ടത്. അതേ സുന്നത്ത് നിസ്കാരത്തിലാ വലിയ വലിയ സൂറത്തുകൾ ഓടേണ്ടത്, സുന്നത്ത് നിസ്കാരത്തിലാ ദീർഘമായ പ്രാർത്ഥന നടത്തേണ്ടത്, സുന്നത്ത് നിസ്കാരത്തിലാ കൂടുതൽ തസ്ബീഹുകൾ ചൊല്ലേണ്ടത്. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്, ഖബറിന്റെ ശിക്ഷയെ തൊട്ട് കാവൽ തേടാതെ മുത്തുനബി ഒരു നിസ്കാരത്തിൽ നിന്നും സലാം വീട്ടിയിട്ടില്ല. ഹബീബായ തങ്ങൾ പറയുകയാ, അതുകൊണ്ട് റഹ്മാൻ എന്ന മലക്ക് പറയുന്നു, മോനെ കാത്തു കിടന്നോ, ഫത്താനുൽ ഖബർ വരുന്നു. ബഹുമാനപ്പെട്ട റഹ്മാൻ എന്ന മലക്ക് ഇതെല്ലാം പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് തിരിച്ചു പോവുകയാ. അല്ലാ, നിങ്ങളൊന്ന് ഓർത്തു നോക്കുക ആ രംഗം. ഈ ഇരുളടഞ്ഞ ഇതാ ഇടുങ്ങിയ ഖബറിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് പിന്നീട് ഖബറിന് വല്ലാത്തൊരു ലഹ്തത്തുണ്ട്. ഒരാളും ഖബറിന്റെ ലഹ്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. ലൗ നജാ അഹദും മിൻ ലഹ്തത്തിൽ ഖബരി, ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടേണ്ടിയിരുന്നത് ലനജാ സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടേണ്ടിയിരുന്നു. പക്ഷേ ഖബറിന്റെ ലഹ്തത്തിൽ നിന്ന് ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. ഓ മുസ്ലിമീങ്ങളെ, ഖബറാകുന്ന മണ്ണറയിലേക്ക് ഞാൻ എത്തിയിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് കേൾക്കണോ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ വളർത്തിയത് 4 പെൺകുട്ടികളെയാ. ഹബീബായ തങ്ങളുടെ ചെറുക്കുമ്പൻ ആൺകുട്ടികള്, തങ്ങൾക്ക് 3 ആൺകുട്ടികൾ പിറന്നിരുന്നു. അബ്ദുല്ലാ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു, ഖാസിം എന്നു പേരുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു, ഇബ്രാഹിം എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. റളിയല്ലാഹു അൻഹും അവരൊക്കെ ചെറുപ്പത്തിൽ തന്നെ വഫാത്തായി പോയതാ. അല്ലാഹുവിന്റെ റസൂൽ വളർത്തി വലുതാക്കിയിട്ടുള്ളത് 4 പെൺകുട്ടികളാ. അവിടുത്തെ മൂത്ത മകൾ മഹദിയായ ബീവി സൈനബ, രണ്ടാമത്തെ മകൾ ബീവി ഉമ്മു കുൽസൂമ, മൂന്നാമത്തെ മകൾ ബീവി റുഖിയ്യയാണ്, 4ാമത്തെ മകൾ ബീവി ഫാത്തിമയാ. അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന ഏക മകൾ മഹദി ബീവി ഫാത്തിമയാ. സ്വർഗത്തിലെ പെണ്ണുങ്ങളെ രാജാക്കന്മാര് നേതാക്കന്മാരെന്ന് പരിചയപ്പെട്ട
പരിചയപ്പെടുത്തിയ 4 പെണ്ണുങ്ങളുണ്ട്. അതിലൊന്ന് മഹദി ബീവി, ഫാത്തിമത്ത് ബിൻത് മുഹമ്മദ, ആസിയത്ത് ബിൻത് മുസാഹിബ, മറിയം ബിൻത് ഇമ്രാന, ഖദീജത്ത് ബിൻത് ഖുവൈലിദ. ഈ ഉമ്മത്തിൽ നിന്ന് ഖദീജ ബീവിയും ഫാത്തിമ ബീവിയുമാണ്. റസൂലുള്ളാഹിന്റെ 3 പെൺകുട്ടികൾ ജീവിതകാലത്ത് തന്നെ വഫാത്തായിട്ടുണ്ട്. അതിൽ മുത്തുനബിന്റെ മൂത്ത മകളാണ് ബീബി സൈനബ റളിയല്ലാഹു അൻഹാ. അവരാണ് 3 മക്കളിൽ നിന്ന് 3ാമതായി മരണപ്പെട്ടത്. സൈനബ ബീവി മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊന്നുമോളാണ്. അവിടുത്തെ ആദ്യത്തെ കൺമണിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രിയപ്പെട്ട മകള് സൈനബ് മരണപ്പെട്ടപ്പോൾ സൈനബ ബീവിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത പെണ്ണുങ്ങളോട് മുത്തുനബി പറഞ്ഞത് സഹീഹുൽ ബുഖാരിയിലുണ്ട്, സഹോദരിമാരെ, നിങ്ങൾ എന്റെ പൊന്നുമോളെ കുളിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്റെ പൊന്നുമോളെ വലഭാഗം കുളിപ്പിച്ചുകൊണ്ടു നിങ്ങൾ തുടങ്ങണം. എന്റെ പൊന്നുമോൾക്ക് വുളൂഇന്റെ അവയവങ്ങളൊക്കെ ആദ്യം നിങ്ങൾ കഴുകണം. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് സൈനബിന്റെ മുടി നിങ്ങൾ ചീകിക്കെട്ടുമ്പോ 3 ഇതളുകളായി നിങ്ങൾ മെടഞ്ഞിടണം എന്നൊക്കെ തങ്ങൾ നിർദ്ദേശം കൊടുത്തത്. എന്നിട്ട് എന്റെ പൊന്നുമോളെ നിങ്ങൾ കുളിപ്പിച്ച് കഴിഞ്ഞാൽ എന്നെ ഒന്നറിയിക്കണേ. ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മകള് സൈനബിനെ മയ്യത്ത് കുളിപ്പിച്ചു. തങ്ങൾ പറഞ്ഞതുപോലെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോ തങ്ങളെ ഞങ്ങൾ അറിയിക്കുകയാണ്. അറിയിച്ചപ്പോൾ ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ധരിച്ചൊരു കുപ്പായം കൊണ്ടുവന്നിട്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ശരീരത്തോട് ചേർത്തിയിട്ട് ഈ കുപ്പായം ധരിപ്പിക്കണേ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് സൈനബിന്റെ ശരീരത്തോട്, ശരീരത്തിന്റെ തൊലിയോട് ആദ്യം ഈ കുപ്പായം നിങ്ങൾ ചേർത്തി വെക്കണേ. അതിനുശേഷം നിങ്ങൾ കഫൻ ചെയ്യണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞതാ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ അവിടെ ഞങ്ങൾ അവിടുത്തെ പുന്നാര മകളെ കഫൻ ചെയ്തു. ഹബീബായ തങ്ങൾ നിസ്കരിച്ചു. നിസ്കരിച്ചതിന് ശേഷം ഖബറിന്റെ അരികിലേക്ക് എടുത്തു. ഹബീബായ തങ്ങളും ഖബറിന്റെ സമീപത്തിരിക്കുന്നു. മഹദി ബീവി സൈനബിനെ ഖബറിലേക്ക് ഇറക്കി കിടത്തി. തങ്ങൾ സമീപത്ത് നോക്കിയിരിക്കുകയാ. സഹീഹുൽ ബുഖാരിയിൽ കാണാ ഖബറിന്റെ അടുത്ത് വടിയും കുത്തിപ്പിടിച്ചിരുന്നു എന്ന് റസൂലുള്ളാഹിനെ പറ്റി ഹദീസിന് തർജമ കൊണ്ടുവന്നത് ബുഖാരിയിലുണ്ട്. ആ രൂപത്തിൽ തങ്ങൾ ഖബറിന്റെ അടുത്തിരിക്കുകയാണ്. ഹബീബായ തങ്ങൾ ഇരിക്കുമ്പോ നേരത്തെ പറഞ്ഞ പോലെ മയ്യത്തിന്റെ ഖബർ മൂടി. കണ്ണുകൾ നിറച്ചപ്പോൾ മീസാൻ കല്ലും കുത്തിയപ്പോൾ ഹബീബ് പൊട്ടി പൊട്ടി കരഞ്ഞു. തങ്ങളെ കരച്ചിൽ കണ്ട് ഞങ്ങളെ നേരങ്ങൾ നിറഞ്ഞു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ചോദിച്ചു, ഇതെന്ത് യാ റസൂലല്ലാഹ്, തങ്ങളിങ്ങനെ കരയുകയോ, തങ്ങളിങ്ങനെ പൊട്ടിക്കരയുകയോ? ഹബീബായ തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, ആഖിർ സമാനിലെ മക്കളെ, ഉമ്മമാരെ, ഉപ്പമാരെ, ഞാൻ നിങ്ങളോട് പറയുന്നത് കെട്ടുകഥയല്ല, ഞാൻ നിങ്ങളോട് പറയുന്നത് നോവലല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞ ചിത്രീകരണങ്ങളല്ല. ഇന്ന് വരെ
ഈ ഖബറിലേക്ക് ഇറക്കി കിടത്തിയിട്ടുള്ള ആളുകളെ പറ്റി എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പഠിക്കണമെന്ന് ഓർത്തിട്ടുണ്ടോ? അനുഭവത്തെക്കുറിച്ച് നിങ്ങൾ, അവരുടെ അനുഭവങ്ങളെ പറ്റി നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഹബീബായ തങ്ങൾ പറയുകയോ, ഈ ലോകത്ത് പടച്ച റബ്ബിന്റെ സൃഷ്ടികളിൽ ഏറ്റവും അല്ലാഹുവിന് പ്രിയപ്പെട്ടത് മുത്തുനബിയല്ലോ. ഹബീബായ തങ്ങളെ മക്കളാരാ അറിയുമോ? എല്ലാ കുടുംബവും രക്തബന്ധങ്ങളും കെട്ടുബന്ധങ്ങളും മുറിഞ്ഞു പോകും. എന്റെ കെട്ടുബന്ധം മുറിയില്ല, എന്റെ രക്തബന്ധം മുറിയില്ല. ഈ ഹദീസിന്റെ പശ്ചാത്തലം എന്താണെന്നറിയുമോ? നിങ്ങൾക്കറിയില്ലേ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് അറിയാത്തവരുണ്ടോ? എല്ലാ വെള്ളിയാഴ്ചയും പള്ളികളിൽ നിന്ന് ഖതീബ് ഖുത്ബയോതുമ്പോ സിന്ദാബാദ് വിളിക്കലില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പേര് വിളിക്കാത്ത വെള്ളിയാഴ്ചകളുണ്ടോ? അനുസ്മരിക്കാത്ത ഖുത്ബകളുണ്ടോ? എത്ര പരിഷ്കരിച്ച ഖതീബുമാരാണെങ്കിലും ഈ ഖുലഫാഉർ റാഷിദീങ്ങളെ പറയാത്തവരുണ്ടോ? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പ അബൂ ത്വാലിബിന്റെ മകളല്ലേ മഹദിയായ ഉമ്മു ഹാനി ബീവി. തങ്ങളുമായി വലിയ ബന്ധമുള്ളവരാ. അവിടുത്തെ ഉമ്മയല്ലേ മുത്തുനബിക്ക് പിന്നീട് ഉമ്മയായത്? ഫാത്തിമ ബിൻത്ത് അസദല്ലേ? ഹബീബായ തങ്ങളെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ശേഷം ഉമ്മയുടെ സ്നേഹവും ലാളനയും കൊടുത്തുകൊണ്ട് തങ്ങളെ പോറ്റിയ ഉമ്മയല്ലേ? ആ ഉമ്മയാണ് ഫാത്തിമത്തു ബിൻത്ത് അസദ്. അവരെ പുന്നാര മോളാ ഉമ്മു ഹാനി ബീവി. ഒരുപാട് ചരിത്രമുണ്ട് ഉമ്മു ഹാനി ബീവിയിലൂടെ. അലിയാര പെങ്ങളാ, പലതുകൊണ്ടും ശ്രേഷ്ഠതയുള്ള മഹദിയാ. അല്ലാഹുവിന്റെ റസൂൽ ഇസ്രാഈ മിഅ്റാജ് യാത്ര പുറപ്പെട്ടത് ഉമ്മു ഹാനിന്റെ വീട്ടിൽ നിന്നാ. ഒരുപാട് സംഭവങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഒരു ദിവസം ബഹുമാനപ്പെട്ട ഉമ്മു ഹാനി ബീവി അതാ പുറത്തിറങ്ങിയപ്പോ അലി ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഒരു ചെറിയ കമന്റ് പറഞ്ഞു. മുത്തുനബിന്റെ പെങ്ങളാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല, തങ്ങളെ കുടുംബമാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്വാലിഹായ അമലുകളില്ലാതെ ഈമാനില്ലാതെ രക്ഷപ്പെടൂല. തങ്ങളെ കുടുംബമാണെന്ന് കരുതി, തങ്ങളെ പെങ്ങളാണെന്ന് കരുതി, തങ്ങളുമായിട്ട് അടുത്തിടപഴകുന്നു എന്ന് കരുതി വലിയ സ്ഥാനങ്ങൾ വേണ്ട. ഉമറുൽ ഫാറൂഖ് വെറുതെ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഉമ്മാനിനെ വല്ലാതെ വേദനിപ്പിച്ചു. സങ്കടപ്പെട്ട് മുത്തുനബിയോട് ചെന്ന് പറഞ്ഞു. ഉമറുൽ ഫാറൂഖ് ഇങ്ങനെ പറഞ്ഞു, നബിയേ. അപ്പോഴാണ് തങ്ങൾ പറഞ്ഞത്, കുല്ലു ഹസബിൻ വനസബിൻ യൻഖത്യു. എല്ലാ രക്തബന്ധങ്ങളും മുറിഞ്ഞു പോകുന്നതാ, എല്ലാ കെട്ടുബന്ധങ്ങളും മുറിഞ്ഞു പോകുന്നതാ. ആര് പറഞ്ഞു എന്റെ ബന്ധത്തിന് ഫലമില്ലെന്ന്, ആഖിറത്തിൽ ഫലം ചെയ്യുന്നെന്ന്? എന്റെ രക്തബന്ധങ്ങൾ മുറിയൂല, എന്റെ കുടുംബം മുറിയൂല. ഇതുകൊണ്ടല്ലേ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ അത് കേട്ട മുതൽക്ക് അവിടുന്ന് തീരുമാനിച്ചു, ഈ തങ്ങളെ കുടുംബവുമായിട്ട് എനിക്കൊരു ബന്ധം വേണം, എനിക്കൊരു കെട്ടുബന്ധം വേണം എന്നാലോചിച്ചതാ. അതുകൊണ്ടാണ് പിൽക്കാലത്ത് ഫാത്തിമത്ത് ബീവിയുടെ പൊന്നുമോള് ഉമ്മു കുൽസൂം എന്ന് പറയുന്ന ഒരു ചെറിയ പൊന്നുമോളുണ്ടായിരുന്നു. ആ മകളെ ബഹുമാനപ്പെട്ട അലിയാരോട്
തങ്ങളോട് പറഞ്ഞു, എനിക്കൊന്ന് കെട്ടിച്ചു തരുമോ? ഓ മുസ്ലിമീങ്ങളെ, ആ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിന്റെ പൊന്നുമോള്, അതെ അലി റളിയല്ലാഹു അൻഹുവിന്റെ മകള് ഉമ്മു കുൽസൂം എന്ന പൊന്നുമോളെ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് നിക്കാഹ് ചെയ്തതാ. താൻ മടിയിൽ വെച്ചുകൊണ്ട് കളിപ്പിക്കുമായിരുന്നു. അത്രയ്ക്കും ചെറിയ കുഞ്ഞനാ. എന്തിനാ? അല്ലാഹുവിന്റെ റസൂലിന്റെ മകളുമായിട്ട് ഒരു കെട്ടുബന്ധമുണ്ടായാൽ അത് ഉപകരിക്കുമല്ലോ. അതിനു വേണ്ടിയിട്ട് അവിടുത്തെ പേരക്കുട്ടിയെ കല്യാണം കഴിച്ച മഹാനാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അത്രത്തോളം തങ്ങളെ രക്തബന്ധത്തിന് ഉപകാരമാണ്. അതുകൊണ്ട് ഉപകാരം കിട്ടുമെന്നാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സൈനബ ബീവി റളിയല്ലാഹു അൻഹാനെ ഖബറിലേക്ക് ഇറക്കി കിടത്തിയ സമയത്ത് പൊട്ടിക്കരഞ്ഞതിന്റെ കാരണം തങ്ങൾ പറയുന്നു, സ്വഹാബാ, എന്റെ പൊന്നുമോളെ ഖബറിലേക്ക് അങ്ങ് വെച്ചപ്പോൾ, മേൽഭാഗത്ത് കല്ലുകൾ വെച്ച് മൂടിയപ്പോൾ എന്റെ പൊന്നുമോളെ ഈ ഖബറങ്ങ് ഇടുക്കി. സ്വഹാബാ, ലഖദ് ലുഗിത ലഗ്തതൻ, എന്റെ പൊന്നുമോളെ അങ്ങ് ഇറുക്കിയപ്പോൾ അവിടുത്തെ വാരിയല്ലുകൾ കോർക്കുന്നത് ഞാൻ കേട്ടു. സ്വഹാബാ, തീർന്നില്ല. മാ ബൈനൽ ഖാഫിഖൈനി, കിഴക്ക് പടിഞ്ഞാറിന്റെ ഇടയ്ക്കുള്ള സർവ്വ വസ്തുക്കളും കേട്ടിട്ടുണ്ട്, പൊടിഞ്ഞു പോയിട്ടുണ്ട്. എന്റെ മകള് പെടഞ്ഞിട്ടുണ്ട്. അല്ലാ, പലർക്കും അത് കേൾക്കാതിരിക്കാൻ റബ്ബ് മറച്ചു വെച്ചതാ. പലതും നമുക്ക് അല്ലാഹു മറച്ചു വെച്ചതുപോലെ നായകൾക്കുള്ള വാസന ശക്തി നമുക്കല്ല തന്നില്ലല്ലോ. ഉറുമ്പിന്റെ വാസന ശക്തിയും നമുക്കല്ല തന്നില്ലല്ലോ. കൊതുകിന്റെ ശക്തിയും നമുക്കല്ല തന്നില്ലല്ലോ. ഈ ലോകത്ത് പല ജീവികൾക്കും കൊടുത്തത് റബ്ബ് നമുക്ക് തന്നില്ലല്ലോ. നമ്മെ തൊട്ട് മറച്ചു വെച്ചതാ. 900 കിലോമീറ്റർ വിശ്രമിക്കാതെ ഒരേ സമയത്ത് യാത്ര ചെയ്യാൻ, പറക്കാൻ ശക്തിയുണ്ട് മക്കളെ. ഞാനും നിങ്ങളും ഊതിയാൽ പാറിപ്പിക്കുന്ന കൊതുക് എന്ന ജീവിക്ക് റബ്ബ് കൊടുത്ത കഴിവാ. അതുപോലെ എത്ര ജീവികൾക്ക് റബ്ബ് നമ്മെ തൊട്ട് മറച്ചു വെച്ചതാ. സുബ്ഹാനല്ലാഹ്, 200 ലിറ്റർ വെള്ളത്തിൽ ഒരു തുള്ളി പഞ്ചസാര അതിൽ വീണാൽ ഇവിടുത്തെ ഈച്ചക്കത് തിരിച്ചറിയാ, അത് മനസ്സിലാകുന്നതാണ്. റബ്ബ് നമുക്കതൊന്നും തന്നില്ല. ഖുലിഖൽ ഇൻസാനു ലഈഫാ, പലദുർബലനായിട്ടാണ് എന്നെയും നിന്നെയും റബ്ബ് പടച്ചത്. അതുകൊണ്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല, കാണാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് കേൾക്കണോ? തങ്ങൾ പറയുകയാ, ഈ ഖാഫിഖൈ കിഴക്ക് പടിഞ്ഞാറിനുള്ള വസ്തുക്കൾ മുഴുവനും എന്റെ പൊന്നുമോളെ വാരിയല്ലുകൾ കോർക്കുന്നത് കേട്ടിട്ടുണ്ട്, പൊടിയുന്നത് കേട്ടിട്ടുണ്ട്. അല്ലാ, അബ്ദുറഹ്മാൻ അത്ഭുതങ്ങൾ ചോദിച്ചു, തങ്ങളെ പ്രിയപ്പെട്ട മകളോട് ഖബർ കാണിച്ചുവോ? ഹബീബ് പറഞ്ഞതറിയുമോ മക്കളെ? ആഖിർ സമാനിലെ മക്കളെ, നിങ്ങൾക്ക് ആഖിറത്തെ പറ്റി അറിയുമോ? നിങ്ങൾക്ക് ഖബറിനെ പറ്റി അറിയുമോ? നിങ്ങൾക്ക് മണ്ണറയെ പറ്റി അറിയുമോ? ഈ തങ്ങൾ പഠിപ്പിച്ചതറിയുമോ? ഈ ഖുർആൻ പഠിപ്പിച്ചതറിയുമോ? നമ്മളെ പൂർവീകർ എഴുതി വെച്ചതറിയുമോ? പതി ഉസ്താദ് പറഞ്ഞതറിയുമോ? തഅബ ഉസ്താദ് പറഞ്ഞതറിയുമോ? ആലിമീങ്ങൾ പറഞ്ഞതറിയുമോ? ഞാനും നിങ്ങളും പഠിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഹബീബ് പറയുകയോ, എന്റെ പൊന്നുമോളെ കാര്യം എന്തു പറയാൻ? എന്റെ ഇബ്രാഹിം എന്ന കുട്ടിയില്ലേ, കാലച്ചെറുപ്പത്തിൽ മരിച്ച പൈതലല്ലേ? ആ പൈതല് പോലും ഖബറിന്റെ ദഗ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. പിന്നെ എന്ത് പറയാനാ? മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ പൊന്നുമോൻ ഇബ്രാഹിം എന്ന കുട്ടി രക്ഷപ്പെട്ടിട്ടില്ല. കാരണം ഈ ഖബർ നിങ്ങളെ ഉമ്മയാണ്. ഖബർ നിങ്ങളെ ഉമ്മയാണ്. ഉമ്മയിൽ നിന്ന് കുറെ കാലം അകന്നു പോയാൽ ആ മക്കൾ തിരിച്ചു വരുമ്പം ഉമ്മയൊന്ന് കെട്ടിപ്പിടിക്കും. ഒരുപക്ഷെ കെട്ടിപ്പിടിക്കുന്ന സ്നേഹത്തോടെ ആയിരിക്കും. ശക്തി കൂടിയാ പൊടിഞ്ഞു പോകില്ലേ? ഉമ്മയായിട്ട് കാര്യമുണ്ടോ? സ്നേഹത്തോടെ ആയിരിക്കും പിടിക്കുന്നത്, വളരെ താല്പര്യത്തോടെ ആയിരിക്കും പിടിക്കുന്നത്.
പക്ഷെ എന്തായിട്ടെന്താ? ശക്തി കൂടിയാൽ പൊടിഞ്ഞു പോകും. ഇത് ഖബറിന്റെ ഒന്നാമത്തെ അവസ്ഥയാണ്. ആ ഖബറിന്റെ ലഹത്തത്ത്, ഖബറിന്റെ ഇടുക്കത്തിന് തങ്ങൾ പറഞ്ഞ പേര് ലഹത്തത്ത് എന്നാണ്. ആ ശബ്ദത്തിന്റെ പ്രയാസം നിങ്ങൾക്കറിയില്ലേ? അതുപോലെ തന്നെയാ മക്കളെ അതിന്റെ മീനിങ്ങും. ഇരിക്കട്ടെ, ആ ഇടുക്കിയതിന് ശേഷം ഇതാ ഖബർ ഒരുപാട് കാര്യങ്ങൾ ഈ മനുഷ്യനോട് പറയുന്നുണ്ട്. എല്ലാം ഹബീബായ മുഹമ്മദ് മുസ്തഫ അവിടുന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശദീകരിച്ച് പറഞ്ഞാൽ ദിവസങ്ങളോളം ഖബറിലെ അനുഭവം തന്നെ തീരൂല. ഞാനൊന്ന് പറഞ്ഞു നിർത്തുകയാണ്. നിങ്ങൾക്ക് കേൾക്കണോ? അതിനുശേഷം അതാ ഫത്താനുൽ ഖബർ വരികയാണ്, മുൻകർ നക്കീർ വരികയാണ്. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ ഖബറിൽ വരുന്ന അനുഭവങ്ങളാണ്. ഇത് കൃത്യമായി ബോധ്യപ്പെട്ടത് കൊണ്ടാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരയുന്നത്. ഇത് ശരിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാ ഒരൊറ്റ നിസ്കാരത്തിൽ നിന്നും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ തങ്ങൾ സലാം വീട്ടാത്തത്. എനിക്കും നിങ്ങൾക്കും ബോധമില്ല, നമുക്ക് വിവരമില്ല. അതല്ലേ ഹബീബായ തങ്ങൾ പറഞ്ഞത്, ഖിയാമത്ത് നാളിന്റെ അടയാളം ഇൽമു ഉയർത്തപ്പെടലാണ്. അറിയേണ്ടത് അറിയുന്നില്ല, പഠിക്കേണ്ടത് പഠിക്കുന്നില്ല, കേൾക്കേണ്ടത് കേൾക്കുന്നില്ല. ഉമ്മമാരെ, നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ സത്യം നിങ്ങളോട് പറയട്ടെ, ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഉറപ്പ് വന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, 5 5 10 ഉറപ്പിക്കും പോലെ ഉറപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ, നിസ്കരിക്കുന്നത് എന്തിനാ? നോമ്പെടുക്കുന്നത് എന്തിനാ? ധർമ്മം കൊടുക്കുന്നത് എന്തിനാ? ഖുർആൻ ഓതുന്നത് എന്തിനാ? മുസ്ലിം എന്ന് പറയുന്നത് എന്തിനാ? ഇതുകൊണ്ടാണ് ഈമാനുള്ള ആളുകൾക്ക് എല്ലാ കാലത്തും സ്വാധീനവും അധികാരവും കൊടുക്കുമെന്ന് റബ്ബ് ഓഫർ ചെയ്തിട്ടുണ്ട്. അവരൊരു കാലത്തും പേടിക്കേണ്ടി വരില്ല. അവരെ ദേശക്കൂറ് ചോദ്യം ചെയ്യപ്പെടില്ല. അവരൊരിക്കലും പൗരത്വം തെളിയിക്കേണ്ടി വരില്ല. ആർക്കും അവരോട് ഒരു അഭിപ്രായവും ഉണ്ടാവില്ല. സർവാളുകൾക്കും ബഹുമാനമാണ്, സർവാളുകൾക്കും അവരോട് ആദരവാണ്, സർവാളുകളും അവരെ അംഗീകരിക്കുകയാണ്. അതല്ലേ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം. നിങ്ങൾ ഓർത്തു നോക്കൂ മക്കളെ, എന്നേ ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമായത്? ഒരു കാലത്തും ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടായിട്ടില്ല. ഏത് കാലത്താണ് മുസ്ലിമീങ്ങള് എല്ലാം കൊണ്ടും ഭൗതികമായ നിലയ്ക്ക് ഇന്ത്യ രാജ്യത്ത് തികഞ്ഞത്? ഇല്ല. സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരാൾ പോലും ഒരു മുസ്ലിം പോലും ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിട്ടുണ്ടോ, ആഭ്യന്തരമന്ത്രിയായിട്ടുണ്ടോ, എന്തെങ്കിലും ഉന്നതമായ സ്ഥാനത്തെത്തിയിട്ടുണ്ടോ? പക്ഷെ എല്ലാ കാലത്ത് ഭരിച്ചവർക്കും ഈ ഉമ്മത്തിനോട് സ്നേഹമാ, ഈ ഉമ്മത്തിനോട് ദയയാ, ഈ ഉമ്മത്തിനോട് കാരുണ്യമാ. നിങ്ങൾ അറിയില്ല, മഹാനായ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങള്, ആ ബാഫഖി തങ്ങളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? തൊപ്പി വെച്ച് തലപ്പാവ് ധരിച്ച് നീളക്കുപ്പായം ധരിച്ചിരുന്ന ബാഫഖി തങ്ങള്, ഒരു കാലത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിമാരെ നിയന്ത്രിച്ചിരുന്ന സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങള്, കേരള നിയമസഭയിൽ ഒരു കാര്യം പാസ്സാക്കണമെങ്കിൽ ആദ്യം ബാഫഖി തങ്ങള് പാസ്സാക്കേണ്ടിയിരുന്നു. പാതിരാത്രി എഴുന്നേറ്റ് കൊണ്ട് നിസ്കരിച്ച് 2 റക്അത്ത് നിസ്കരിച്ച് റബ്ബിനോട് ഇസ്തിഖാറത്ത് ചെയ്തിട്ടല്ലാതെ ഒരു കാര്യവും ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ മഹാനായ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങള് പ്രായപൂർത്തി എത്തിയതിന് ശേഷം ഒരു നിസ്കാരം ഖളാ ആക്കിയത് ബാഫഖി തങ്ങൾക്ക് ഓർമ്മയില്ല. പാതിരാ സമയം വരെ മീറ്റിങ്ങുകളും യോഗങ്ങളും കഴിഞ്ഞാൽ രാത്രി പ്രഭാതത്തിന്റെ മുമ്പ് എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ബാഫഖി തങ്ങള്, കൂടെ ഇരിക്കുന്ന ആളുകൾക്ക് പോലും കട്ടൻ ചായ കൂടെ കൊണ്ട് നടന്നിരുന്ന ബാഫഖി തങ്ങള്, എപ്പോഴും ഒരു
ഒരു മുസല്ലയും ഒരു കിണ്ടിയും തൻ്റെ കൂടെ കരുതിയിരുന്ന ബാഫക്കൈ തങ്ങൾ. ഈ ബാഫക്കൈ തങ്ങളാണ് അങ്ങ് ഡൽഹിയിൽ അന്നത്തെ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ആ പ്രധാനമന്ത്രിയുടെ സർവ്വ പ്രോട്ടോക്കോളും ലംഘിച്ചുകൊണ്ട് ചേരിചേരാരാട്ടത്തിൻ്റെ പ്രസിഡന്റായിരുന്ന ചേരിചേരാരാട്ടത്തിൻ്റെ പ്രസിഡന്റായിരുന്ന അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാജി അതാ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് തൻ്റെ കാറിൻ്റെ സമീപത്ത് വന്നിട്ട് കാറിൽ നിറങ്ങുന്ന ബാഫക്കൈ തങ്ങളെ കൈപിടിച്ച് സ്വീകരിച്ചു കൊണ്ടുപോവുകയാ. അംഗരക്ഷകർ മുഴുവനും അത്ഭുതപ്പെടുകയാ. ഇതെന്ത് അത്ഭുതമാ! സർവ്വ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ടാ പ്രധാനമന്ത്രി ഇത് ചെയ്തിരിക്കുന്നത്. ഇല്ല, ഈ മനുഷ്യനെ കാണുമ്പോൾ ഇരിക്കാൻ പറ്റുന്നില്ല, ഈ മനുഷ്യനെ കാണുമ്പോൾ എഴുന്നേറ്റ് പോയിട്ട് കൈപിടിക്കാതിരിക്കാൻ പറ്റുന്നില്ല, സ്വീകരിച്ചു കൊണ്ടുവരാതിരിക്കാൻ പറ്റുന്നില്ല. ആ രൂപത്തിൽ അല്ലാഹു തആല ആദരവ് ഇട്ടുകൊടുത്തതാ, ആ രൂപത്തിൽ അല്ലാഹു സ്നേഹം ഇട്ടുകൊടുത്തതാ. എല്ലാ മുസ്ലിമീങ്ങളോടും അങ്ങനെയാ. അതിന് പടച്ച റബ്ബ് ഓഫർ കൊടുത്തതാ. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്ത്. നിങ്ങളിൽ അചഞ്ചലമായ ഈമാൻ ഉള്ളവർക്ക്, വിശ്വസിക്കേണ്ടതൊക്കെയും വിശ്വസിക്കുന്നവർക്ക്, അചഞ്ചലമായ ഈമാനിനോട് കൂടെ സാലിഹായ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാ കാലത്തും അവർക്ക് അധികാരവും സ്വാധീനവും കൊടുക്കുമെന്ന് അള്ളാഹു ഓഫർ ചെയ്തിട്ടുണ്ട്. അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അവർക്ക് തൃപ്തിപ്പെട്ട ദീനനുസരിച്ച് ജീവിക്കാൻ അവർക്ക് സൗകര്യം കൊടുക്കുമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ട്. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. എല്ലാ ഭയാശങ്കകൾക്ക് ശേഷവും അവർക്ക് നിർഭയമായിട്ട് ജീവിക്കാൻ അവസരം കൊടുക്കുമെന്ന് പടച്ച റബ്ബ് ഓഫർ ചെയ്തിട്ടുണ്ട്. എന്തേ ഇന്ന് എനിക്കും നിനക്കും പേടിയുള്ളത്? നമുക്കെന്താ ഇത്ര ഭയം? നമുക്കെന്താ ഇത്ര ആശങ്ക? നമുക്കെന്താ ഇത്രയൊക്കെ പേടി? നമുക്ക് പേടി ഉണ്ടാവാൻ കാരണം എന്താ? നമുക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല, ഈമാൻ നമുക്ക് ഇല്ല, അതിനനുസരിച്ചുള്ള പ്രവർത്തനവുമില്ല. അതുകൊണ്ട് പടച്ച റബ്ബിന്റെ ഓഫറുമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, മുസ്ലിമീങ്ങളോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഖബറിന്റെ ഭിത്തിതാ മുൻവശത്തുള്ള ഭിത്തി കുത്തി തുറന്നിട്ട് രണ്ട് മലക്കുകൾ വീണ്ടും വരുന്നു. മുൻകറും വനക്കീർ ജഅദാനി അസ്റഖാനി അസ്വദാനി ശഅറുഹുമാ യസ്ഹബു റിജ്ലാനി. ഒരു മലക്കും വരുന്നത് മേൽഭാഗത്ത് നിന്ന് ഖബർ പൊളിച്ചുകൊണ്ടല്ല. ഖബർ ഉള്ളിൽ നിന്ന് ഭിത്തി തുറന്നിട്ട് മലക്കുകൾ വരുന്നു. മുൻകറിന് കീറി രണ്ട് മലക്കുകൾ വരുന്നു. അവരെ മുടിയതാ തല മുതൽക്ക് കാല് വരെ നീണ്ടുകിടക്കുന്നു. തിളങ്ങുന്ന കണ്ണുകളാ, ഭീതിപ്പെടുത്തുന്ന രൂപങ്ങളാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങളൊക്കെ പള്ളികളിൽ നിന്ന് കേൾക്കാറുള്ളത് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മോനെ, അത് കേൾക്കുമ്പോൾ നിനക്കെന്താണ് തോന്നാറുള്ളത്? നിന്റെ മനസ്സെന്താണ് പറയാറുള്ളത്? ആ വിളി കേൾക്കുന്ന സമയത്ത് എന്താണ് ചിന്തിക്കാറുള്ളത്? എൻ്റെ നേതാവാ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു നമ്മിലേക്ക് അയച്ചവരാ. എല്ലാം പറഞ്ഞു തരാൻ, എല്ലാം പഠിപ്പിച്ചു തരാൻ, ആഖിറം ബോധ്യപ്പെടുത്തി തരാൻ, ഖബർ പറഞ്ഞു തരാൻ, മരണാനന്തര ജീവിതത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരാൻ, പെണ്ണ് കെട്ടേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു തരാൻ, കച്ചവടം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു തരാൻ, മക്കളെ വളർത്തേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് പഠിപ്പിച്ചു തരാൻ, ഇതര മതത്തിൽപ്പെട്ട സഹോദരങ്ങളോട് പെരുമാറേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു തരാൻ, അയൽവാസികളോടുള്ള പെരുമാറ്റ ചട്ടങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാൻ, സർവ്വ യാഥാർത്ഥ്യങ്ങളും പറഞ്ഞു തരാൻ അല്ലാഹു നമ്മിലേക്ക് അയച്ചിട്ടുള്ള നേതാവ് തന്നെ
ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇതല്ലേ ഷഹാദത്ത് കലിമയുടെ അർത്ഥം. അത് കേൾക്കുമ്പോഴല്ലേ നാം ഏറ്റുപറയുന്നത്. മോനെ, ആ പറയുന്നത് സത്യസന്ധമാണോ, ആത്മാർത്ഥതയോടുകൂടെയാണോ? എങ്കിൽ നിന്റെ നേതാവ് നിന്നെ പഠിപ്പിച്ചതെന്താ? മുൻകർ നക്കീർ വരുമ്പോ ബിയദിഹിമാ മഖാമിഉം മിൻ ഹദീദ്, ഇരുമ്പിന്റെ ദണ്ഡുകളുമായിട്ടാ വരുന്നത്. ലൗ ലറബ ബിഹിമാ, ഈ മുൻകർ നക്കീറിന്റെ കൈകളിലുള്ള ഇരുമ്പിന്റെ ദണ്ഡ് കൊണ്ട് അവര് ലൗ ലറബ ബിഹിമാ അഅ്ലമ ജബലിൻ ഫിൽ അർളി, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പർവ്വതത്തിലൊന്നടിച്ചാൽ അത് പൊടിപൊടിയാകുന്നതോ? അത്രയും വലിയ ദണ്ഡുകളുമായി, ഭീകരപ്പെടുത്തുന്ന രൂപം, ഭീതിപ്പെടുത്തുന്ന രൂപങ്ങളുമായി ഓരോ മനുഷ്യന്റെ കബറിലും ഇവര് വരുന്നതാ. വന്നാലുടനെ ഈ കബറങ്ങിതാ വിശാലമാകുന്നതാ, അതങ്ങ് പരക്കുന്നതാ. അതേ വെള്ളത്തിലിട്ട മുത്തല പോലെ ഈ കബറിൽ കിടന്ന മനുഷ്യൻ ആടി ഉലയുകയാ. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം ആ മലക്കുകൾ ചെയ്യുന്നതെന്താ? അപ്പുറത്തും ഇപ്പുറത്തുമതാ ലോകത്ത് വെച്ച് അവനേറ്റവും പേടിയുള്ള ക്ഷുദ്രജീവികൾ അവന്റെ കബറിൽ എത്തിപ്പോയി. പാമ്പുകൾ എത്തിപ്പോയി, തേളുകൾ എത്തിപ്പോയി. അവൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ജീവികളേതോ അവന്റെ കബറിൽ എത്തിപ്പോയി. റബ്ബ് അജറാക്കിപ്പോയി. ആ സമയത്തതാ, ഓ മുസ്ലിമീങ്ങളെ, ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തട്ടെ, അവന്റെ കബറിൽ ഒരു സുന്ദരനായ മനുഷ്യൻ കബറിൽ വരുന്നു. എന്തൊരു തിളങ്ങുന്ന മുഖമാ, എന്തൊരു ശോഭയാ. ഈ ക്ഷുദ്രജീവികളും മലക്കുകളും ഒക്കെ വരുമ്പോ ഈ മനുഷ്യൻ കിടന്ന് വിറയ്ക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സ്ഥലമില്ലല്ലോ, വെളിച്ചമില്ലല്ലോ. ആ ഭയശങ്കകൾക്കിടയിൽ അവൻ കിടന്ന് വിറയ്ക്കുമ്പോ ഈ മനുഷ്യൻ പറയുന്നു, പേടിക്കണ്ട, ഒരു മുൻകറും നിന്നെ തൊടൂല, ഒരാളും നിന്നെ ഒന്നും ചെയ്യൂല, ഒരാളും നിന്നെ ആക്രമിക്കൂല, നിന്നെ പിടികൂടൂല, നീ ഭയപ്പെടണ്ട. പടച്ച റബ്ബ് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. ഖബറിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് ധൈര്യവും നൽകുമെന്ന് ഈ ആയത്തിന്റെ തഫ്സീറിലില്ലയോ? സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ലേ? ഉമർ ഫാറൂഖ് പറഞ്ഞിട്ടില്ലേ? അല്ലാ, ഭയവിഹ്വലനായ മനുഷ്യൻ, ഈ സുന്ദരനായ മനുഷ്യനെ കണ്ട് ആശ്വാസം ലഭിക്കുമ്പോൾ ചോദിക്കും, നിങ്ങളാരാ? ഈ കബലന്റെ മക്കള് വന്നില്ല, ഭാര്യ വന്നില്ല, സമ്പത്ത് വന്നില്ല, സമ്പാദ്യങ്ങൾ കൂടെ വന്നില്ല, ബന്ധുക്കൾ വന്നില്ല, ജീവിതകാലം മുഴുവനും സിന്ദാബാദ് വിളിച്ച നേതാവ് വന്നില്ല, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ വന്നില്ല, ഭർത്താവ് വന്നില്ല, മക്കള് വന്നില്ല, ഒരു ദിവസം പോലും എൻ്റെ കൂടെ ഒന്ന് കിടന്നില്ല, ആദ്യത്തെ രാത്രി പോലും എൻ്റെ ഖബറിന്റെ സമീപത്ത് അവരൊന്ന് വന്നു നിന്നില്ല, എന്നെ തുണച്ചില്ല, പരിഗണിച്ചില്ല, നീയായി നിന്റെ പാടായി എന്നും പറഞ്ഞ് പിരിഞ്ഞു പോയതാ. ആ സ്ഥാനത്ത് നിങ്ങൾ വന്നല്ലോ, എന്നെ ആശ്വസിപ്പിച്ചല്ലോ, എനിക്ക് സമാധാനം തന്നല്ലോ. നിങ്ങളാരാ? ഓരോ മുഅ്മിനും മുഅ്മിനത്തുമായ സ്ത്രീയും പുരുഷനും ഈ മനുഷ്യനോട് ചോദിക്കുമ്പോ ഈ മനുഷ്യൻ പറയുന്ന ഒരു മറുപടിയുണ്ട്, കെട്ടുകഥകളല്ല,
ഐതിഹ്യമല്ലോ, പുരാണമല്ലോ, നോവലല്ലോ. മക്കളെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, അനഅമലുക സ്വാലിഹ്, അനഅമലുക സ്വാലിഹ്, അനഅമലുക സ്വാലിഹ്. നീ ജീവിതത്തിൽ ചെയ്ത സുകൃതങ്ങളോ, നിന്റെ നിസ്കാരങ്ങളോ, നിന്റെ നോമ്പുകളോ, നീ ഖുർആൻ ഓതിയതാ, നിന്റെ ദിക്റുകളോ, നിന്റെ ദാനധർമ്മങ്ങളോ, അല്ലാഹുവിന്റെ പ്രീതിയോർത്തിട്ട്, ഏകാന്ത ഖബറിന്റെ ഏകാന്തതയോർത്തിട്ട്, ആഖിറത്തിനു വേണ്ടി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നീ ചെയ്ത സുകൃതങ്ങളോ, ഇന്ദ്രിയത്തിന്റെ തുള്ളിയിൽ നിന്ന്, ബീജാണ്ഡത്തിൽ നിന്ന് ഇത്ര സുന്ദരമായ ആകാര സൗഷ്ഠവമുള്ള ഈ ശരീരത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ച റബ്ബ് നിന്റെ കർമ്മങ്ങളെ ഇതേ രൂപത്തിൽ രൂപപ്പെടുത്തിയതോ. നിന്റെ സൽക്കർമ്മങ്ങളോ, നീ ഒട്ടും പേടിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്, നിന്നെ ഒരാളും തൊടില്ല. സൽക്കർമ്മങ്ങൾ നിന്റെ കൂടെ ഒരു സുന്ദരനായ മനുഷ്യനായി ഖബറിൽ കൂട്ടിനുണ്ടാകുന്നതോ. അതാണ് ഇബ്രാഹിം അദ്ദേഹം തങ്ങളോട് തല ഉയർത്തിയിട്ട് പറഞ്ഞത്, മുസ്ലിമീങ്ങളെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.